ഇന്ന് നമുക്കൊരു മുട്ടക്കറിയായിട്ട് വരാം. അത് മുട്ട റോസ്റ്റാണ്. അത് തേങ്ങാപ്പാൽ ഒഴിക്കാതെ ഉണ്ടാക്കുന്ന ഒരു മുട്ട റോസ്റ്റാണ്. കാഷ്യൂനട്ടൊക്കെ ഒന്ന് പേസ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന മുട്ട റോസ്റ്റാണ്. അപ്പം എല്ലാ അപ്പത്തിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ ഒരു മുട്ട റോസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതാണ് എൻ്റെ മുട്ട റോസ്റ്റ്. ഈസി മുട്ട റോസ്റ്റാണ്. തേങ്ങാപ്പാലിന് പകരം ഞാൻ മിൽമപ്പാലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു അരക്കപ്പ് മിൽമപ്പാൽ എടുത്തിട്ട് ചൂട് തിളച്ചതാണ്. അതിലേക്ക് ഒരു 5-8 കാഷ്യൂ ഇട്ടിട്ട് സ്പ്ലിറ്റ് കാഷ്യൂ കുറച്ച് നേരം വെച്ചതിന് ശേഷം നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കും. ഇനി ഇൻഗ്രീഡിയൻസ് നോക്കാം. ഒരു പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 തക്കാളി, ഒരു 4 സവാള, കുറച്ച് കറിവേപ്പില, ഇതൊക്കെയാണ് നമുക്ക് ആവശ്യം. ഇനി പാൻ ചൂടാക്കാൻ വെക്കുക. ഇത് ട്രൈപ്ലേ ആയതുകൊണ്ട് ചൂടാക്കുന്നതിന് മുമ്പാണ് ഞാൻ എണ്ണ ഒഴിക്കുന്നത്. വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. എന്നിട്ട് അടുപ്പ് കത്തിച്ചിട്ടുള്ളൂ. അതിനുശേഷം കറിവേപ്പിലയും ഇട്ട് കൊടുത്തു, കടുകും ഇട്ട് കൊടുത്തു. കടുക് പൊട്ടിത്തെറിക്കുന്ന എഫക്റ്റാണ് കാണുന്നത്. അത് കഴിഞ്ഞിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടതിന് ശേഷം ഇനി സവാള ഇട്ട് കൊടുക്കുന്നു. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം മാറിയിട്ടാണ് സവാള ഇട്ട് കൊടുത്തത്. സവാളയ്ക്ക് വാടാനുള്ള ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റൊക്കെ ഒന്ന് അടച്ച് ലോ ഫ്ലെയിമിൽ വെക്കും. അത് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോഴത്തേക്ക് നന്നായി വാടിയിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് ഓരോരോ ഗരം മസാല പൊടികളായിട്ട് നമുക്ക് ഇടണം. ആദ്യം ഇടുന്നത് മഞ്ഞൾപ്പൊടിയാണ്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി അടുത്തത് വേണ്ടത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഒരു 1.5 ടീസ്പൂണാണ് ഇടുന്നത്. 2 ടീസ്പൂൺ വേണമെങ്കിൽ അത് ഇടാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 2-2.5 ടീസ്പൂൺ കശ്മീരി മുളകാണ് ഞാൻ ഇടുന്നത്. എൻ്റെ കശ്മീരി മുളകിന് അത്യാവശ്യം എരിവുണ്ട്. ഇനി അടുത്തതായിട്ട് ഇടാൻ പോകുന്നത് ഗരം മസാലയാണ്. ഗരം മസാല ഒരു 1/4 to 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ടു. ഒരു കറുകപ്പട്ടയുടെ കഷ്ണം ഇട്ടിട്ടുണ്ട്. അത് ഫാസ്റ്റായി പോയി എടുത്തപ്പോൾ അത് കണ്ടില്ല. പിന്നെ ടൊമാറ്റോ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് വറ്റിക്കാൻ വെക്കണം. അടച്ചു വെക്കുകയാണ്. മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് അടച്ചു വെക്കുന്നു. അത് നന്നായി വറ്റി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ തുറന്നു. ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇനി മുട്ട എങ്ങനെയാണ് നിങ്ങൾ മുട്ട ഇടുന്നത്, വരഞ്ഞിട്ടാണ് ഇടുന്നതെങ്കിൽ അങ്ങനെ. എനിക്ക് ഫുൾ മുട്ട ഇടുന്ന ഇഷ്ടമല്ല, അതുകൊണ്ട് ഹാഫ് ആക്കിയിട്ട് ഇടുവാണ്. 2 മുട്ട ഞങ്ങൾക്ക് വേണ്ടു. അപ്പം അതത്ര ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മുടെ കാഷ്യൂ മിക്സ് ചെയ്തിരിക്കുന്ന പാല് ആണ് അടുത്തത് ഒഴിക്കുന്നത്. അത് ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ആവുന്ന രീതിയിൽ ഒന്ന് പതുക്കെ, മുട്ട പൊട്ടിപ്പോവാതെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അടുത്തതായിട്ട് ചെയ്യാൻ പോണ കുറച്ച് വേണമെങ്കിൽ ഗരം മസാല ഇടാം. ഞാനൊരു കറിവേപ്പില ഇട്ടിട്ടുണ്ട്. പിന്നെ ഇനി പെരുംജീരകം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും. ഒരു കൂടി പോരുത്, ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കും. പിന്നെ കുരുമുളക് പൊടിയും കൂടെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്നുമില്ല, ഇനി അത് അങ്ങ് അടച്ചു വെച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്തു. ഒരു 5 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ടൊന്ന് പതുക്കെ ഇളക്കി ഒന്ന് എടുത്താൽ മതി. നല്ല മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. നല്ല മണവും ടേസ്റ്റും ഉണ്ട്. സബ്സ്ക്രൈബ് ചെയ്യണേ. മുട്ടക്കറിയുടെ റെസിപ്പിയൊക്കെ എല്ലാവരും കണ്ടല്ലോ അല്ലേ? എല്ലാവരും അത് ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ. പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു കറിയാണിത്. ഒരു തട്ടിക്കുട്ടി കറി എന്ന് വേണമെങ്കിലും പറയാം. പിന്നെ ഞാനിട്ട പഴംപൊരിയുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതൊരു 2 ദിവസം കൊണ്ട് തന്നെ ഒരു 14,000-ന് മേലെ ആൾക്കാർ കണ്ടു കഴിഞ്ഞു. അതെനിക്ക് എന്നെ സംബന്ധിച്ച് ഒരുപാട് സന്തോഷമാണ്. കാരണം ഒരു ന്യൂ കമ്മർ എന്നുള്ള നിലയിൽ ബ്ലോഗിങ്ങിലേക്ക് വന്നപ്പോൾ ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് തന്നെ 14,000-ന് മേലെ ആളുകൾ കാണുകയും കുറേ സബ്സ്ക്രൈബേഴ്സ് വരികയും ചെയ്തു. അപ്പം ഇനിയും ഇതുപോലെ എല്ലാ സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. കമൻറ്റ് ചെയ്താൽ മാത്രമേ എനിക്ക് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു. ഹാവ് എ ഗുഡ് ഡേ.